ശ്രീ രാജാജി മാത്യു തോമസ്, അങ്ങയുടെ അടുത്തേക്ക് വാഹനം എത്താൻ അല്ലെങ്കിൽ അങ്ങയുടെ അടുത്തേക്ക് ക്യാമറ എത്താൻ വൈകിയിട്ടുണ്ട്, ക്ഷമിക്കുക ദയവായി. നമുക്ക് ടെലിഫോണിൽ കൂടി ഈ സംഭാഷണം, ഈ ചർച്ചയിൽ തുടരാമെന്ന് കരുതുന്നു, അത് തയ്യാറാകുന്നതുവരെ. ഇവിടെ ഇപ്പോൾ ശ്രീ PR ശിവശങ്കറും അതോടൊപ്പം ശ്രീ N ശ്രീകുമാറും സൂചിപ്പിച്ച കാര്യങ്ങളിൽ ഒരിടത്തും അവർ കൃത്യമായി CPI-യുടെ മണ്ഡലത്തിലെ സാന്നിധ്യത്തെക്കുറിച്ച്, സ്വാധീനത്തെക്കുറിച്ച് വിശദമായൊന്നും പറഞ്ഞു പോയില്ല. പക്ഷേ കഴിഞ്ഞ തവണ സുരേഷ് ഗോപിയുടെ വലിയ പടപ്പുറപ്പാടുണ്ടായിട്ടും രണ്ടാം സ്ഥാനത്തെത്തിയത് താങ്കളാണ്, CPI ആണ്, ഇടതുപക്ഷമാണ്. 1,21,000-ഓളം വോട്ടിന്റെ അകലമുണ്ട് LDF-ഉം BJP-യും തമ്മിൽ. അത് മറികടക്കുക, തൃശൂർ പിടിക്കുക, അതൊക്കെ അത്ര എളുപ്പമാണോ BJP-ക്ക്? BJP-ക്ക് അത് എളുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വിഷ്ഫുൾ തിങ്കിങ് ആണ്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയും, മോഡി തൃശ്ശൂരിൽ വന്ന് റോഡ് ഷോ നടത്തിയത് കൊണ്ടും ഒരു സാമ്പിൾ വെടിക്കെട്ടൊക്കെ നടത്തിയത് കൊണ്ടും വിജയിക്കാൻ കഴിയുമെന്നും, അതുപോലെ തന്നെ ഭാവിയിൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്നും അദ്ദേഹം തൃശ്ശൂരിനെ വികസനത്തിന്റെ തലസ്ഥാന നഗരിയാക്കുമെന്നും ഒക്കെ പറയുന്നത് ഒരു വിഷ്ഫുൾ തിങ്കിങ് മാത്രമാണ്. അത് അവരുടെ ആത്മനിഷ്ഠമായ താല്പര്യം മാത്രമാണ്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം. അതായത് ഇതുവരെ നടന്നിട്ടുള്ള 17 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ 10 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചിട്ടുള്ളത് CPI ആണ്. അത് ഒരു വസ്തുത, അതിന്റെ ചരിത്രപരമായിട്ടുള്ള ഒരു പശ്ചാത്തലമാണ്. എന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ സാഹചര്യം, ഇപ്പോഴത്തെ ഞാൻ രാഷ്ട്രീയത്തിൽ അരിത്തമാറ്റിക്സിന് വലിയ സ്ഥാനമില്ല എങ്കിൽ പോലും ഇപ്പോൾ നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, ആ നിയോജക മണ്ഡലത്തിലെ, ലോക്സഭാ നിയോജക മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലങ്ങളും പ്രതിനിധാനം ചെയ്യുന്നത് ഇടതുപക്ഷ MLA-മാരാണ്. ഇടതുപക്ഷത്തിന് ശക്തമായ അടിത്തറയുള്ള ഒരു നിയോജക മണ്ഡലമാണത്. അതിന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ നിയോജക മണ്ഡലത്തിലുള്ള 4 ഒരു കോർപ്പറേഷനും അതുപോലെ തന്നെ 3 മുനിസിപ്പാലിറ്റികളുമുണ്ട്. അതിൽ 2 മുനിസിപ്പാലിറ്റി, അതായത് ഗുരുവായൂരും ചാവക്കാടും ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. ഇരിങ്ങാലക്കുടയിൽ മാത്രമാണ് കോൺഗ്രസിന് ഉള്ളത്. 45 പഞ്ചായത്തുകളുണ്ട്. 45 പഞ്ചായത്തുകളിൽ മഹാഭൂരിപക്ഷവും ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളാണ്. അപ്പൊ ഒരു കേവലമായിട്ടുള്ള ഇലക്ടറൽ മാത്തമാറ്റിക്സ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ വിജയിക്കാൻ എല്ലാ അടിസ്ഥാന ഘടകങ്ങളും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന രാഷ്ട്രീയത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല. തെരഞ്ഞെടുപ്പിൽ വികസനം മാത്രമല്ല പ്രശ്നം, വളരെ വിപുലമായിട്ടുള്ള ദേശീയ രാഷ്ട്രീയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. നരേന്ദ്രമോദി അധികാരത്തിൽ തുടരണമോ വേണ്ടയോ എന്നുള്ളതാണ് ഈ രാജ്യം തീരുമാനിക്കാൻ പോകുന്നത്. അതിൽ തൃശ്ശൂർ എവിടെ നിൽക്കുമെന്നുള്ളതാണ്. ആ തൃശ്ശൂർ എവിടെ നിൽക്കുമെന്നുള്ളതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കാൻ പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിലവിലുണ്ട്, തൃശ്ശൂരിൽ നിലവിലുണ്ട്. അതുപോലെ തന്നെ ഇടതുപക്ഷ പാർട്ടികളും കൂടെ ഉൾപ്പെട്ട ഇന്ത്യ മുന്നണി, ആ മുന്നണി നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ സ്വാധീനം തീർച്ചയായിട്ടും കേരളത്തിലും അനുഭവപ്പെടും. എന്ന് മാത്രമല്ല, ഇന്ത്യ മുന്നണിയിലുള്ള ആൾക്കാർ തന്നെയാണ് കോൺഗ്രസും, അതിലെ പ്രധാനപ്പെട്ട പാർട്ടി തന്നെയാണ് കോൺഗ്രസ്. പക്ഷേ കേരളത്തിന്റെ വികസനത്തിൽ, തൃശ്ശൂരിന്റെ വികസനത്തിൽ കോൺഗ്രസിന്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളത് ജനങ്ങൾ വിലയിരുത്തും. മറ്റ് BJP പറയുന്ന കാര്യങ്ങളൊക്കെ മന്ത്രിയാവും, വികസനം കൊണ്ടുവരും എന്നൊക്കെ പറയുന്നതിനകത്തൊന്നും വലിയ അർത്ഥമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വികസനം എന്താണ്? 2 കോടി രൂപ ചെലവഴിച്ച് ഹൈമാസ് ലാമ്പ് സ്ഥാപിച്ചു എന്നുള്ളതാണല്ലോ ഒരു പ്രധാനപ്പെട്ട വികസനം എന്ന് പറയുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇടതുപക്ഷ MLA-മാർ സ്ഥാപിച്ച ഹൈമാസ് ലാമ്പുകൾ, അതിനു മുമ്പുള്ള CPI MP ആയിരുന്ന CN ജയദേവന്റെ കാലത്ത് അവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ഇതൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അവരുടെ ജനപ്രതിനിധികൾക്കും കഴിഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകളാണ്. ആ രാഷ്ട്രീയ ആഖ്യാനവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ നമ്മുടെ വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്താണെന്ന് വിലയിരുത്തപ്പെടാൻ കഴിയുകയുള്ളൂ.